നമസ്കാരം, ഞാൻ രാകേഷ് എം ടി. നമ്മുടെ വാഹനത്തിൽ E20 ഫ്യൂവൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ എഞ്ചിൻ റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലയിൻറ്റ്സ് വരാനുള്ള സാധ്യതയുണ്ടെന്ന് പലർക്കും സംശയമുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ പലരും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ശരിയാണോ? അതായത് നമുക്കറിയാം, നമ്മുടെ വാഹനം ഫ്യൂവൽ ഫില്ല് ചെയ്യാൻ വേണ്ടി കയറുന്ന സമയത്ത് പല ടൈപ്പ് ഫ്യൂവൽസ് അവൈലബിൾ ആയിരുന്നു. ഇപ്പോൾ കൂടുതലും E20 ഫ്യൂവൽസ് വന്നു തുടങ്ങുന്നുണ്ട്. എന്നാൽ നമ്മൾ ഫില്ല് ചെയ്തുകൊണ്ടിരുന്ന ഫ്യൂവൽ ഒരു E10 ഫ്യൂവലായിരുന്നു. എന്താണ് E10, E20, E5 എന്നൊക്കെ പറയുന്നത്? എത്തനോൾ കണ്ടന്റ് അടങ്ങിയ ഒരു ഫ്യൂവലിനെയാണ് ഈ കൂട്ടി നമ്മൾ പറയുന്നത്. അതിൻ്റെ ശതമാനം അല്ലെങ്കിൽ പെർസെൻറ്റേജ് കണക്കാണ് നമ്മൾ E5, E10, E20 എന്ന് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം പുതിയ വാഹനങ്ങളെല്ലാം, അതായത് ഒരു BS6 വാഹനങ്ങൾ നമ്മൾ പൊതുവേ ഇപ്പോൾ കാണുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്, ഫ്യൂവൽ ലിഡിൽ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് ഓൺലി E20 ഫ്യൂവൽ എന്ന് പറഞ്ഞു. എന്താണ് ശരിക്കും E20? എന്ന് ഉദ്ദേശിക്കുന്ന എത്തനോൾ ആണ്. എത്തനോൾ ഈ പെട്രോളുമായിട്ട്, അതായത് എത്തനോൾ പെട്രോളുമായിട്ട് മിക്സ് ചെയ്ത് എത്ര ശതമാനം എത്തനോൾ എന്നുള്ളതാണ് ഈ കഴിഞ്ഞിട്ട് സൂചിപ്പിക്കുന്നത്. അതായത് 20 എന്ന് സൂചിപ്പിക്കുകയാണെങ്കിൽ 100% പെട്രോളിലാണെങ്കിൽ അതിൽ 20% എത്തനോളാണ് വരുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് 80% പെട്രോളും 20% എത്തനോളുമാണ് വരുന്നത്. ഓക്കെ, അത് ജസ്റ്റ് ഒരു ടെക്നിക്കൽ സൈഡ്. ഇങ്ങനെ ഒരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിരിക്കുന്ന @സെബിൻ ജോസഫ് 83 ആണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: E20 എത്തനോൾ പെട്രോൾ, അഡ്വാൻറ്റേജസ് ആൻഡ് എഫക്ട്സ് ഇൻ എൻജിൻ, മെയിൻ്റെനൻസ്, മൈലേജ്, യുവർ ഒപ്പീനിയൻ എന്താ? വീഡിയോ ചെയ്യാമോ? 100%. ഏതായാലും ഇതിൽ ചെറിയൊരു ടോപ്പിക് അല്ല, കുറച്ചൊരു വലിയ ടോപ്പിക്കാണ്. ഒന്ന് ചുരുക്കി ഞാൻ പറഞ്ഞുതരാം. E20 ഫ്യൂവൽ ശരിക്കും നമ്മുടെ ഈ റീസെൻ്റായിട്ടാണ് നമ്മളൊക്കെ കൂടുതലും കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും ഇത് ഈ അടുത്തല്ല, കുറേ നാളായിട്ട്, ഏകദേശം ഒരു 2001 തൊട്ട് 2003 കാലഘട്ടത്തിൽ ആ ഒരു റേഞ്ചൊക്കെ തന്നെ ഒരു E5 എന്ന് പറയുന്ന ഒരു പെർസെൻറ്റേജ്, അതൊരു 5% എത്തനോൾ ആഡ് ചെയ്ത് തന്നെ നമ്മുടെ ഫ്യൂവൽസൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മീൻസ് തുടക്കം ഇടുന്നേ ഉള്ളൂ, ഫുള്ളായിട്ടായെന്ന് ഞാൻ പറയുന്നില്ല. അതിനുശേഷം E10 വന്ന കാലഘട്ടത്തിൽ പോലും 5% ഒക്കെ ആയിട്ടുള്ളായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒരു 8 ആയി. അതിനുശേഷം ഇപ്പം നിലവിൽ E20 പോകേണ്ട സ്ഥാനത്ത് E20 ആയി വരുന്നതേ ഉള്ളൂ. പക്ഷേ E10 ആയപ്പോൾ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. കാരണം എത്തനോളിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വാട്ടർ അബ്സോർവ് ചെയ്യാനുള്ളൊരു പ്രോപ്പർട്ടി ഉണ്ട്. എത്തനോൾ, അതായത് ഈ ടൈപ്പ് ഫ്യൂവൽ, അതായത് E20 അല്ലെങ്കിൽ E10 ഫ്യൂവലൊക്കെ അതിനകത്തോട്ട് വെള്ളത്തിനെ അബ്സോർബ് ചെയ്തെടുക്കാനൊരു പ്രോപ്പർട്ടി നമ്മുടെ എത്തനോളിനുള്ളതുകൊണ്ട് വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് നമ്മുടെ പെട്രോളിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് പലർക്കും പ്രശ്നം വന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറച്ച് നാൾ മുമ്പൊക്കെ നമ്മൾ വാർത്തയിലൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ന്യൂസ് പേപ്പേഴ്സിലൊക്കെ ആണെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, വാഹനത്തിൻ്റെ ഫ്യൂവൽ ടാങ്കിനകത്ത് മുഴുവൻ വെള്ളം, പെട്രോൾ പമ്പുകാർ പണി തന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ശരിക്കും പെട്രോൾ പമ്പുകാർ പണി തന്നതല്ല, ഇങ്ങനൊരു പ്രോബ്ലം ഉള്ളത് കൊണ്ട് വാട്ടർ കണ്ടൻറ്റ് ആയിപ്പോകുന്നതാണ്. അത് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ വാഹനത്തിലുള്ള ബ്രേക്ക് ഫ്ലൂയിഡിനുള്ള സെയിം പ്രോപ്പർട്ടിയാണ്. ബ്രേക്ക് ഫ്ലൂയിഡിനും വെള്ളം വലിച്ചെടുക്കാനുള്ള അബ്സോർബിങ് പ്രോപ്പർട്ടി കൂടുതലാണ്. അങ്ങനെ ആ ഒരു പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് വെള്ളം വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ബ്രേക്കിനും പ്രശ്നം വരും. അത് നിൽക്കേണ്ട ബ്രേക്കിൻ്റെ കാര്യമാണ്. അപ്പോൾ അതുപോലെ തന്നെ ഒരു പരിപാടി ഇവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് കുറേ കാര്യങ്ങൾ E20 ഫ്യൂവൽ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ, E10 തന്നെ ആയിക്കോട്ടെ, യൂസ് ചെയ്യുകയാണെങ്കിൽ മാറ്റം വരുത്താനുണ്ട്. പക്ഷേ പഴയ വാഹനങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ട് വരും. പ്രത്യേകിച്ച് 2 വീലേഴ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക്, ബൈക്കിനൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ വരും. കാർബറേറ്ററിനകത്ത് പ്രോബ്ലംസ് വരും. കാർബറേറ്റർ ഇടയ്ക്ക് അടിച്ച് ക്ലീൻ ചെയ്യേണ്ടി വരും. ഞാൻ ഒരു വീഡിയോ പറഞ്ഞ പോലെ കാർബറേറ്റർ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ടൈപ്പ് ഫ്യൂവൽസ് യൂസ് ചെയ്യുകയാണ് വാഹനം ഓട്ടം വളരെ കുറവാണെങ്കിൽ ഉറപ്പായിട്ട് ഈ ടൈപ്പ്, അതായത് E20, E10 ഫ്യൂവൽസ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഉറപ്പായിട്ടും നിങ്ങളുടെ കാർബറേറ്റേഴ്സിന് പ്രോബ്ലം വരും. ഫ്യൂവൽ ടാങ്കിനകത്ത് തുരുമ്പെടുക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ കുറച്ച് പേരെങ്കിലും ചോദിക്കാറൊക്കെ, അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ പുതിയ വാഹനങ്ങളൊക്കെ E20 യൂസ് ചെയ്യുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ E20 യൂസ് ചെയ്യാവുള്ളൂ എന്ന് എഴുതിയിട്ടുണ്ടല്ലോ. യെസ്, അങ്ങനെ വരുന്ന സമയത്ത് അവർ അതിനനുസരിച്ചുള്ള രീതിക്ക് എല്ലാം മാറിയിട്ടുണ്ട്. ഫ്യൂവൽ ടാങ്ക് പ്ലാസ്റ്റിക് ആയിട്ടുണ്ട്. അതിൻ്റെ ഓരോ രീതിക്കും, അതായത് ഫിൽട്രേഷൻ്റെ കാര്യം, ഈ പറയുന്ന എയർ സർക്കുലേഷൻ്റെ കാര്യം, ഇതിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ചോദിക്കുകയാണെങ്കിൽ E20 വരുന്ന സമയത്ത് മൈലേജ് കൂടിയോ എന്നാണ് എല്ലാവരുടെയും ചോദ്യമെങ്കിൽ ഒരു കാരണവശാലും മൈലേജ് കൂടത്തില്ല. പവറും മൈലേജും ഒരല്പം കുറവാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുകൊണ്ട് E20 ഫ്യൂവൽ ഫില്ല് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാരണവശാലും നമുക്ക് മൈലേജ് കൂടുന്നില്ല, മൈലേജ് കുറച്ച് കുറവാണ് വരുന്നത്. പക്ഷേ പൊല്യൂഷൻ സൈഡ് നല്ലതാണ്, അതായത് പൊല്യൂഷൻ കുറവാണ്, ബേണിംഗ് പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ട്. പൊല്യൂഷൻ സൈഡ് കൊണ്ട് കാർബൺ എമിഷൻസ് വളരെ കുറയുന്നുണ്ട്, അതൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. പക്ഷേ ഒരു ഡിസഡ്വാൻറ്റേജ് ഞാൻ കൂടുതൽ പറഞ്ഞു, നമുക്ക് പവർ കൂടുതൽ കിട്ടുമെന്ന് വിചാരിക്കുന്നത് തെറ്റാണ്, ഒരു കാരണവശാലും കിട്ടത്തില്ല. പിന്നെ ഫ്യൂവൽ പ്രൈസസ് കുറച്ചുകൂടെ കുറയ്ക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൂഡ് ഓയിൽ
ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ പോലും നമുക്ക് അതിനകത്ത് വരുന്നൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ എത്തനോൾ നമുക്ക് ഇവിടെ തന്നെ, അതായത് നമ്മുടെ സ്വന്തം രാജ്യത്ത് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. അത് ശരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ പറയുന്ന പോലെ പ്ലാന്റ്സിൽ നിന്നൊക്കെ, അതായത് ഈ കോണിൽ നിന്നൊക്കെ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പിന്നെ ഷുഗർ കെയിനിൽ നിന്ന് വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ശരിക്കും ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ ഒരു ലാർജ് സ്കെയിലിൽ തന്നെ നമുക്കിതിൻ്റെയൊക്കെ ആവശ്യം വരുന്നുണ്ട്. അതും ഇത് ഇനിഷ്യൽ കോസ്റ്റ് കുറച്ച് കൂടുതലായിരിക്കും എത്തനോൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങൾ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും പറഞ്ഞാൽ പോലും ഇനി അങ്ങോട്ട് E20യുടെ കാലം തന്നെയാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ പൊല്യൂഷൻ സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടി എല്ലാം E20 ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പഴയ വാഹനങ്ങളുടെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൂക്ഷിച്ചും കുറച്ച് ശ്രദ്ധിച്ചും ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ നമ്മുടെ ഫ്യൂവലിനകത്തോട്ട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ വെള്ളം താഴെ പെട്രോൾ മേളിലും ആയിരിക്കും നിൽക്കുന്നത്. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് വലിയ ഇഷ്യൂസ് ഒന്നും വരത്തില്ല, ബൈക്കൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ. പക്ഷേ ഇപ്പോഴത്തെ പുതിയ കാലഘട്ടം എന്ന് പറയുമ്പോഴത്തേക്ക് E20 ഫ്യൂവൽസിനകത്ത് വെള്ളം മിക്സ് ആകാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കുറച്ച് പെട്രോൾ മേടിച്ചിട്ട് അതിനകത്ത് വെള്ളം ഒഴിച്ചൊന്ന് കുലുക്കി നോക്കിക്കഴിഞ്ഞാൽ ഇത് സെപ്പറേറ്റ് ആയിട്ട് വരാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും. അതായത് മിക്സ് ആകുന്നുണ്ട് ചെറിയ രീതിക്കെങ്കിലും. അത് നമ്മൾ പരീക്ഷണം നടത്തി നോക്കിയിട്ടുള്ളവർക്കൊക്കെ കൃത്യമായിട്ട് ഇത് മനസ്സിലാകുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് വാട്ടർ കണ്ടൻറ്റ് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കൂടുതൽ ലോ ഫ്യൂവൽ മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക, കൂടുതൽ ഫ്യൂവൽ ഫില്ല് ചെയ്തിടാൻ ശ്രമിക്കുക നമ്മുടെ വാഹനത്തിൽ തന്നെ. അതൊക്കെയാണ് ഇതിനുള്ളൊരു ഏറ്റവും നല്ലൊരു വഴി എന്ന് ഞാൻ പറയും. പഴയ വാഹനം ഉള്ളവർ വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, പഴയ വാഹനമുള്ളവർക്കും ഫ്യൂൽ ഫില്ല് ചെയ്തേ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ളവർ ഈ കുറച്ച് കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനത്തിന് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നതായിരിക്കത്തില്ല.